എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ വിശേഷങ്ങളും പൊതുവായ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമർത്ഥരും സുഖമുള്ളവരും ആയിരിക്കും. ദാനശീലം ഇവരുടെ പ്രത്യേകതയാണ്. ധർമ്മനിഷ്ഠ, ദയ എന്നിവയും ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഗുണങ്ങളാണ്. ധനസമ്പാദനത്തിൽ താല്പര്യമുള്ള ഇവർ അതിനുവേണ്ടി ബുദ്ധിപരമായും ആകർഷകമായും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. സംഗീതം, സിനിമ, ലളിതകലകൾ തുടങ്ങിയവയിൽ ഇവർ താല്പര്യം കാണിക്കും. ഇവരുടെ വിവാഹ ജീവിതത്തിൽ പല ക്ലേശങ്ങളും വന്ന് ഭവിക്കാറുണ്ട്. ലഹരി, സുന്ദരികളായ സ്ത്രീകൾ എന്നിവ ഇവരുടെ ദൗർബല്യങ്ങളാകും. മുൻകോപം, സ്വതന്ത്രചിന്ത, പരോപകാര തൽപരത, മാനുഷികത എന്നിവയും ഇവരുടെ സ്വഭാവ വിശേഷതകളിൽ പെടും. യാഥാർത്ഥ്യങ്ങളെക്കാൾ സ്വപ്ന ലോകത്ത് ജീവിക്കുവാനാണ് ഇവർ താല്പര്യം കാണിക്കാറുള്ളത്. ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ബിസിനസ് മൈൻഡോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്നവരാണ്. ലാഭനഷ്ടങ്ങൾ കണക്കിലെടുത്തായിരിക്കും ഓരോ കാര്യത്തെപ്പറ്റിയും തീരുമാനം എടുക്കുക. നിർബന്ധ ബുദ്ധി കൂടുമെങ്കിലും പുറമേ അത് പ്രകടിപ്പിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. കാര്യപ്രാപ്തിയും പരിശ്രമശീലവും ഉണ്ടാകും. വാക്ക് പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും. കൊടുക്കൽ വാങ്ങലുകളിൽ കൃത്യത പാലിക്കും. അന്യർ പുകഴ്ത്തിപ്പറയണമെന്ന് ഇവർ ആഗ്രഹിക്കും. വിമർശനങ്ങൾ നേരിടാനുള്ള കഴിവ് ഇവർക്ക് കുറവായിരിക്കും. ചെറിയ കാര്യം കൊണ്ട് അടുപ്പമുള്ളവരോട് പോലും ഇവർ കലഹിക്കും. സ്വന്തം കാര്യങ്ങൾക്ക് കുഴപ്പം വരാത്ത ഏത് സഹായവും അന്യർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് ഇവർ സന്നദ്ധത കാണിക്കും. സ്വാതന്ത്ര്യബോധം കൂടും. ആരുടെയെങ്കിലും ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇവർ തയ്യാറാകില്ല. എതിർപ്പുകളെ ധീരമായി നേരിടും. ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയും ഇല്ല. അതേസമയം സ്വന്തം അഭിപ്രായങ്ങൾ അന്യരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ഇവർക്ക് ആശ്രിത വാത്സല്യം ഇവർക്ക് കൂടുതലായിരിക്കും. ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്നവർക്ക് സാധ്യമായ എന്ത് സഹായവും ഇവർ ചെയ്യാൻ മടി കാണിക്കില്ല. ഇവരുടെ ബാല്യകാലത്ത് ആരോഗ്യക്കുറവ് അനുഭവപ്പെടും. 10 വയസ്സിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും. 25 വയസ്സ് വരെയുള്ള കാലം പൊതുവെ ഗുണകരമായിരിക്കും. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലത്ത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഈ കാലത്ത് മെച്ചമായ ജോലി, വിജയകരമായ വിവാഹം, പലവിധത്തിൽ ധനലാഭം തുടങ്ങിയവയൊക്കെ ഉണ്ടാകും. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 62 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ള കാലത്ത് പെട്ടെന്നുള്ള രോഗപീഠ, അപകടങ്ങൾ, മനക്ലേശം തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ്. 68 വയസ്സിന് ശേഷമുള്ള കാലം പൊതുവെ ഗുണകരമായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. പങ്കാളിയുമായി ഇടയ്ക്കിടെ കലഹിക്കുമെങ്കിലും അത് രഹസ്യമായി സൂക്ഷിക്കുവാനായിട്ട് ഇവർ ശ്രമിക്കും. കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് പ്രത്യേക പ്രാധാന്യം ഇവർ കൽപ്പിക്കും. സദാചാരനിഷ്ഠയും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടാകും. കുടുംബത്തെ നല്ലതുപോലെ സ്നേഹിക്കും. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ അനിഴം, മൂലം, ഉത്രാടം, കാർത്തിക അവസാന 3 പാദങ്ങൾ, കാർത്തികയുടെ അവസാന 3 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നിവയാണ് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ് പാർട്ട്ണർഷിപ്പോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതല്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ഇവർക്ക് ശനി, കേതു, ആദിത്യൻ എന്നീ ദശകളാണ് ദോഷം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ദശകൾ. ഇവർ ഈ ദശകളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ചോതി, ചതയം, തിരുവാതിര എന്നീ നാളുകളിൽ ക്ഷേത്രദർശനവും മറ്റും നടത്തുന്നത് ഉത്തമമാണ്. സർപ്പഭജനം, സർപ്പക്കാവുകളിൽ പ്രാർത്ഥന ഈ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണ്. രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, സർപ്പക്ഷേത്ര ദർശനം നടത്തുക, സർപ്പക്കാവിൽ നീർമരുത് വെച്ച് പിടിപ്പിക്കുക തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കാവുന്ന കർമ്മങ്ങളാണ്. രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ചോതിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ലക്ഷ്മി പൂജ നടത്തുന്നത് ഇവർക്ക് നല്ലതാണ്. ഇവരുടെ അനുകൂലമായിട്ടുള്ള നിറങ്ങൾ കറുപ്പും ഇളം നീലയും വെള്ളയുമാണ്. ഇത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം.
ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ജ്യോതിഷൻ്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ, ജനന തീയതി, ജനന സമയം, ജനനസ്ഥലം കൃത്യമായി അയച്ചു തന്നാൽ ഇരുകൂട്ടരുടെയും സൗകര്യമനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.